ആരിഫ് ഹുസൈൻ തെരുവത്ത്. ഇതിപ്പോ കേരളത്തിലെ വളരെ കൗതുകകരമായ ഒരു കാര്യമാണ്. കാരണം നമ്മൾ സാധാരണഗതിയിൽ ഈ വൈകുന്നേരങ്ങളിലൊക്കെ നമ്മുടെ സൂപ്പർ പ്രൈം ടൈം ചർച്ചയിൽ മിക്കവാറും ഒക്കെ എടുക്കുന്നത് രാഷ്ട്രീയ വിഷയങ്ങൾ അല്ലെങ്കിൽ മാനുഷിക വിഷയങ്ങൾ, വലിയ തോതിലുള്ള ക്രൈം, ഇതൊക്കെയാണ്. ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ ഒരു 10 വർഷ കാലയളവിൽ ഒരു കൂടോത്രം എന്നൊരു വിഷയം ഒരു ചർച്ചയ്ക്ക് എടുക്കേണ്ടി വരുന്നത്. കാരണം രാഷ്ട്രീയമായിട്ട് കൂടി ബന്ധമുള്ളത് കൊണ്ടാണ് അത് വിശ്വസിക്കാൻ കഴിയുന്നത്. അതായത് നേരത്തെ പറഞ്ഞ പോലെ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആളുകളടക്കം ഇത് വിശ്വസിക്കുകയും അതിനെതിരായ പരിഹാരക്രിയകൾ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ വിഷയം എടുക്കുകയും അതിനെ ചെറുക്കേണ്ടതും അതിനെതിരായ ബോധവൽക്കരണം വേണം എന്ന ബോധ്യമുള്ളത് കൊണ്ടാണ് ഈ വിഷയം എടുക്കുകയും അടക്കം നമ്മുടെ അതിഥികളെ എല്ലാവരെയും വിളിക്കുകയും ഒക്കെ ചെയ്യുന്നത്. എത്രത്തോളം അബദ്ധ ജടിലമാണ്, എത്ര മോശം മാതൃകയാണ് നമ്മുടെ മുന്നിൽ വരുന്നത്. എല്ലാവർക്കും നമസ്കാരം. ആദ്യമേ തന്നെ ഞാനിതിൽ വലിയ സന്തോഷവാനാണ് ഇങ്ങനെ ഒരു വിഷയം ചർച്ച ആകാനിടയായത്. സത്യത്തിൽ ഇത് ഇപ്പോൾ ഇതുപോലെ ഒരു ഹൈ പ്രൊഫൈൽ അല്ലാതെയുള്ള ഏതെങ്കിലും ആളുകളായിരുന്നു എന്നുണ്ടെങ്കിൽ ഇത് ഇതുപോലെ ചർച്ചയാകാനൊന്നും പോകുന്നില്ല. കാരണം ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണെന്ന് മാത്രമല്ല, ഇതിനെതിരെയാണ് നമ്മളെപ്പോലെയുള്ള ആളുകൾ സ്വതന്ത്ര ചിന്ത എന്ന് പറഞ്ഞുകൊണ്ടോ അതല്ലെങ്കിൽ ഇതുപോലെ വലിയ സംഘടനകൾ എസൻസ് ഗ്ലോബലും എന്നൊക്കെ പേരിട്ടിട്ടൊക്കെ പലതും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എന്തുകൊണ്ട് സന്തോഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ പറയാറുണ്ട് ഈ കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറക്കിക്കുക എന്ന് പറയുന്നൊരു പരിപാടി. അതായത് ഇവിടെ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളെന്നോ വിശ്വാസങ്ങളെന്നോ ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇത് രണ്ടും ഒരേ സാധനം തന്നെയാണ്. കാരണം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളമാണ് അത് അന്ധവിശ്വാസം, ഇത് ശരിയായ വിശ്വാസം എന്നൊക്കെ പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം അന്ധവിശ്വാസം തന്നെയാണ്. അതിപ്പോ ദൈവവിശ്വാസം ആയാൽ പോലും അങ്ങനെയാണെന്നാണ് നമ്മൾ ധരിക്കുന്നത്. അങ്ങനെയുള്ള സംഗതിയെ ഇവിടെ സമൂഹത്തിൽ ഇത്രമാത്രം നോർമലൈസ് ചെയ്യുന്നതിനും അത് വലിയ തോതിൽ ആളുകളിലേക്ക് ഇറക്കി വെക്കുന്നതിനും വഴി വെച്ചിട്ടുള്ളത് ഇവിടുത്തെ മാധ്യമങ്ങൾ തന്നെയാണ്. അതേ മാധ്യമം തന്നെ അതിൽ ഇപ്പോൾ മാതൃഭൂമിയെങ്കിലും മുന്നോട്ട് വന്നുകൊണ്ട് ഇതിനെതിരെ സംസാരിക്കുന്നു. അതിലെ ഒരു വലിയൊരു ജീർണതയൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നതിൽ വലിയ സന്തോഷമുണ്ട്. ഇതൊരു വലിയൊരു മാറ്റത്തിന്റെ തുടക്കമാവട്ടെ എന്ന് ഞാൻ ആശിക്കുകയാണ്. ഇതൊരു തുടക്കം മാത്രമാണ്. ഇതിവിടെ വലിയ മുന്നേറ്റമൊന്നും ആയെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞങ്ങൾക്ക് ഒരൗൺസ് വീതം 4 നേരം കഴിക്കണം എന്നൊരവസ്ഥയാണ്. ഇപ്പൊ ഇത് ആരെങ്കിലും വിമർശിച്ചില്ലെങ്കിലേ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുള്ളൂ എന്നൊരു നിൽക്കണം. തമാശയിൽ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. എന്നിരുന്നാലും ഈ പറയുന്ന കാലം, അതായത് വിശ്വാസമുണ്ടായ കാലം മുതൽ അന്ധവിശ്വാസവുമുണ്ട്. മാധ്യമങ്ങളൊക്കെ വന്നിട്ട് ഇത്രയും കാലമല്ലേ ആയുള്ളൂ. ഇത് നമ്മുടെ സമൂഹത്തിൽ രൂഢമൂലമാകാൻ മാധ്യമങ്ങളുടെ പങ്കെന്നൊക്കെ പറയുന്നത് ഈ പരിണാമ സിദ്ധാന്തം മുതൽ ഇങ്ങോട്ട് നോക്കി ഏറ്റവും അവസാനം ഒരാളുടെ ജീവിതം വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന പോലെ ഒരു മോശം താരതമ്യമാണെന്ന് തോന്നുന്നു. ഇല്ല, ഒരിക്കലും ഇല്ല. അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മളെ നാട്ടില് ഈ വിദ്യാരംഭം കുറിക്കുന്ന ഒരു വിഷയം വരുമ്പോൾ നമ്മൾ എന്താ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്? നേരം വെളുക്കുമ്പോൾ മുതൽ അതിനെക്കുറിച്ചുള്ള വാർത്തകൾ കൊടുക്കും. അപ്പൊ അതൊരിക്കലും ഒരു അന്ധവിശ്വാസമാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ അതൊരു വിശ്വാസത്തിന്റെ ഭാഗമാണ്, അത് ചെയ്ത എന്തോ വലിയ മെടുക്കുള്ള കാര്യമാണ് എന്ന ഒരു നോർമലൈസേഷൻ അവിടെ സംഭവിക്കുന്നുണ്ട്. അപ്പൊ പതിയെ പതിയെ എന്താ സംഭവിക്കുന്നത്? ഇപ്പൊ അക്ഷയ തൃതീയ എന്ന് പറയുന്ന ഒരു വിഷയം നിങ്ങൾ എടുക്കാം. എങ്ങനെയാണ് ഇവിടെ നോർമലൈസ് ചെയ്യപ്പെടുന്നത്? ഇനി മുസ്ലിങ്ങളുടെ ഇടയിലേക്ക് വന്നു കഴിഞ്ഞാൽ സുന്നത്ത് കർമ്മത്തെ കുറിച്ചിട്ടുള്ള വാർത്തകൾ, ഇതെങ്ങനെയാണ് ഇവിടെ നോർമലൈസ് ചെയ്യപ്പെടുന്നത്? ഇതെല്ലാം അന്ധവിശ്വാസമാണ്. അപ്പൊ ഇത് നമ്മുടെ നാട്ടിലേക്ക് ചർച്ചയാക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ ഈ മാധ്യമങ്ങൾ തന്നെയാണ് പലപ്പോഴും ഇത് അന്ധവിശ്വാസം, ഇത് വിശ്വാസം എന്നൊക്കെ ഒരു സ്വയം ഒരു ആർബിട്രറി ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ഒക്കെ നടത്തിയിട്ട് എന്നിട്ട് അതിൽ മതേതരം എന്നുകൂടി നമ്മുടെ ഭരണഘടനയിൽ ചേർക്കപ്പെട്ട ഒരു ഭരണഘടനയാണ്. അപ്പൊ നമ്മുടെ ഭരണഘടന വിശ്വാസങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് അല്ലെ? നമ്മുടെ ഭരണഘടന അന്ധവിശ്വാസത്തെ എതിർക്കുന്നുണ്ട്. അപ്പൊ വിശ്വാസവും അന്ധവിശ്വാസവും എന്ന 2 പ്രയോഗങ്ങളും നമ്മുടെ ഭരണഘടനയിലുണ്ട്. നമ്മുടെ ഭരണഘടനയെ കുറ്റം പറയോ? ഞാനൊന്ന് മുഴുവനായിട്ട് പറയാം. അതായത് വിശ്വാസങ്ങളെ പ്രൊട്ടക്ട് ചെയ്യല്ല ചെയ്യുന്നത്, വിശ്വാസങ്ങൾ പ്രചരിപ്പിക്കാനുള്ള അവകാശം വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം ഇവിടെ പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നത് എന്താണ്? ഇവിടെ പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നത് സത്യത്തിൽ ഫ്രീഡം ഓഫ് കൺഷ്യൻസ് എന്ന് പറയുന്നത്. ഞാൻ ചോദിക്കുന്നത് വിശ്വാസം എന്ന ക്ലാസിഫിക്കേഷനും അന്ധവിശ്വാസം എന്ന ക്ലാസിഫിക്കേഷനും നമ്മുടെ ഭരണഘടനയിലുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെ 2 കാര്യം പറയുന്നതിനെയാണ് അങ്ങ് നേരത്തെ അപലപിച്ചത്. അപ്പൊ വിശ്വാസം എന്ന കാര്യവും ഭരണഘടനയിലുണ്ട്, അന്ധവിശ്വാസം എന്ന കാര്യവും ഭരണഘടനയിലുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ വെക്കുന്നതിനോ അതിനെ 2നെയും അഡ്രസ് ചെയ്യുന്നതിനോ കുറ്റം പറയുകയാണെങ്കിൽ ഭരണഘടനയെ കൂടി കുറ്റം പറയേണ്ടി വരും. അഡ്രസ് ചെയ്യുന്നതിനല്ല നമ്മൾ കുറ്റം പറയുന്നത്, ആ ക്ലാസിഫിക്കേഷൻ നടത്തുന്നതിന്റെ മാനദണ്ഡമാണ് ഇവിടുത്തെ പ്രശ്നം. എന്ത് മാനദണ്ഡ പ്രകാരമാണ് ഈ ക്ലാസിഫിക്കേഷൻ നടത്തുന്നത് എന്നത് എവിടെയെങ്കിലും ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. നമുക്ക് ശരിയെന്ന് തോന്നുന്നത് അത് ഇപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ഇപ്പൊ സുന്നത്ത് കർമ്മം എന്ന് പറയുന്ന ഒരു സംഗതി അന്ധവിശ്വാസമാണോ അതോ വിശ്വാസമാണോ? നിങ്ങൾ എങ്ങനെയാ അതിനെ ക്ലാസിഫൈ ചെയ്യുക? ഏത് മാനദണ്ഡം ഉപയോഗിച്ചിട്ടാണ് അതിനെ നിങ്ങൾ ശരിയായ വിശ്വാസമാണെന്ന് നിങ്ങൾ ക്ലാസിഫൈ ചെയ്യുക? ഒരാളുടെ വിശ്വാസത്തെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ വിശ്വാസത്തെ കുറ്റം പറയാനോ അതിനെ അധിക്ഷേപിക്കാനോ ഭരണഘടന എനിക്ക് സ്വാതന്ത്ര്യം തരാത്ത ഇടത്ത് ഞാൻ അതിലേക്ക് കടക്കാൻ പാടില്ലാത്തതാണ് ഞാൻ ജീവിക്കുന്ന രാജ്യത്തിന്റെ ഭരണഘടന അനുസരിച്ച്. എനിക്ക് മനസ്സിലായില്ല എന്തുദ്ദേശിച്ചെന്ന്.
ഞാൻ ഉദ്ദേശിച്ചത് ഒരാളുടെയോ ഒരു സമൂഹത്തിന്റെയോ ഒരു സമുദായത്തിന്റെയോ വിശ്വാസത്തെയോ കുറ്റം പറയാനോ അധിക്ഷേപിക്കാനോ എന്റെ രാജ്യത്തെ നിയമവും ഭരണഘടനയും എനിക്ക് അനുമതി നൽകുന്നില്ല. അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നാളെ ഇവിടെ ഒരു ക്രിമിനൽ നടപടിക്ക് വിധേയയാകും. അതുകൊണ്ട് എന്റെ രാജ്യത്തെ ഭരണഘടന അനുവാദം നൽകാത്ത ഒരു വിഷയത്തിൽ ഇടപെടാൻ എനിക്ക് കഴിയില്ല എന്നാണ് ഞാൻ അങ്ങോട് പറഞ്ഞത്. തീർച്ചയായിട്ടും അതറിയാം. അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് ചോദിക്കുന്നത്. അതായത് പലതരം മാനദണ്ഡങ്ങളിലൂടെ എടുത്തു വെക്കുന്നു. അത് വളരെ ആർബിട്രറി ആണെന്ന് മാത്രമല്ല, ചിലത് തൊട്ട് കഴിഞ്ഞാൽ പൊള്ളും എന്ന ചിന്ത വരുന്നത് കൊണ്ട് ചിലതിനെ കുറിച്ച് നമ്മൾ ബോധപൂർവം മൗനം ഭജിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ, ഒരു ഗതികേട് ഇവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്. അതാ ഞാൻ പറഞ്ഞത്, ഇതൊരു തുടക്കമാണ്. ഇതിപ്പോ ഒരു വലിയ മുന്നേറ്റമായെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇത് വേണം, ഇത് വളരെ അത്യാവശ്യമാണ്. അതിന് മുന്നോട്ട് വന്ന മാതൃഭൂമിക്ക് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും ഞാൻ ഇവിടെ അർപ്പിക്കുകയാണ് തുടക്കത്തിൽ തന്നെ. എന്തായാലും ഇവിടെ എനിക്ക് ഒറ്റ കാര്യം എനിക്ക് ലാസ്റ്റ് പറയാനുള്ളത്, ഇവിടെ പറഞ്ഞല്ലോ ശാസ്ത്രമാണ് എന്ന് പറഞ്ഞു. അവിടെയൊക്കെയാണ് ഇതിന്റെ വിഷയം വരുന്നത്. നമ്മളൊരു തെറ്റിനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി അതിനകത്ത് ശാസ്ത്രമാണ്, അത് ശാസ്ത്രീയമാണ് എന്ന് പറയുമ്പോൾ ഒരു വലിയ പ്രശ്നം അവിടെ ഉണ്ട്. അതായത് ശാസ്ത്രീയമല്ല എന്നുണ്ടെങ്കിൽ ദൈവത്തിനും ദൈവസങ്കല്പത്തിനും പോലും നിലനിൽപ്പില്ല എന്നും കൂടി നമ്മൾ സമ്മതിക്കേണ്ടതായിട്ട് വരുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ട്. അത് ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പരാജയമാണ് എന്ന് നമ്മൾ സമ്മതിക്കേണ്ടതായിട്ട് വരും. താങ്ക് യു.